നമസ്കാരം. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആള് വരുന്നുവെന്ന് കേട്ടപ്പോൾ മുതൽ ഉയർന്ന ഒരു ചോദ്യമാണ് ആരാണ് എന്നത്. ജാതിമത സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു ചിന്തിക്കാനുള്ള പ്രാപ്തി ഇന്നും കോൺഗ്രസിന് കൈവന്നിട്ടില്ല എന്നുള്ളത് വിസ്മരിക്കാവുന്നതല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, അതും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്, രാഷ്ട്രീയ സന്തുലാവസ്ഥ നിലനിർത്തുവാൻ വേണ്ടി ജാതി രാഷ്ട്രീയത്തെ പലപ്പോഴും ആശ്രയിക്കേണ്ടി വരും. കോൺഗ്രസ് ആ അവസ്ഥയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. മുൻപ് ക്രിസ്ത്യൻ നായർ കോമ്പിനേഷൻ ഡ്രൈവ് ആയിരുന്നു. ഇടക്കാലത്ത് ഈഴവരിലേക്കും മുസ്ലിമിലേക്കും ഒക്കെയായി റൂട്ട് മാറിപ്പോയെങ്കിലും ഇപ്പോൾ അത് ക്രിസ്ത്യാനിക്ക് തിരികെ കൊടുക്കേണ്ട സമയമായി എന്നും, ഇല്ലെങ്കിൽ പണി പാളുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പ്രത്യേകിച്ച് BJP ക്രിസ്ത്യൻ മേഖലകളിൽ കൈവച്ചു തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ സാമുദായിക സമവാക്യത്തിൽ നെടും തൂണായി നിൽക്കുന്ന ക്രിസ്ത്യാനിയെ ഒഴിവാക്കി മറ്റൊരു വഴിക്ക് ചിന്തിച്ചാൽ അത് കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് ദേശീയ തലത്തിലും ഉള്ള വിലയിരുത്തൽ. ഇനി ഒരംഗത്തിന് ബാല്യമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. 2016 കോൺഗ്രസിലെ ഒരു വിഭാഗം ബോധപൂർവം നടത്തിയ അട്ടിമറിയിലൂടെ തിക്തഫലമായാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് തുടർഭരണം നഷ്ടമായത്. LDF കഴിഞ്ഞാൽ UDF എന്ന ഫോർമുലയിൽ അടിയുറച്ച് 2016 തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടാലും 2021 ഇവിടുത്തെ പൊട്ടന്മാരായ പൊതുജനം വെള്ളിത്താളത്തിൽ വെച്ച് ഭരണം തിരികെ കൊണ്ടുതരുമെന്ന മൂഢസങ്കല്പത്തിൽ കൂടെയുള്ളവരെ മുഴുവൻ ചവിട്ടിപ്പുറത്താക്കി. വിവരക്കേട് അല്ലാതെ എന്തു പറയാനാണ്? ഒടുവിൽ 2021 ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി കോൺഗ്രസിന്റെയും UDFന്റെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ദിരാഭവൻ അടക്കം കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് നാട് വിട്ടു പോവുകയെ നിവൃത്തിയുള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. സതീശനെ ചവിട്ടിപ്പുറത്താക്കി അടുത്ത യുദ്ധത്തിൽ മുന്നിൽ വരാമെന്ന് കരുതി പണി തുടങ്ങിയവരെല്ലാം ഇപ്പോൾ പാട്ടുപെട്ടി മടക്കിയ നിലയിലാണ്. പ്രതിപക്ഷ നേതാവ് എത്ര ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും മുന്നണിയെയും KPCCയെ നയിക്കുന്ന KPCC പ്രസിഡന്റിന് വ്യക്തിത്വവും നിലവാരവും ഇല്ല എങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? KPCC പ്രസിഡന്റ് K സുധാകരന് ചെല്ലും ചെലവും കൊടുത്തു പോറ്റുന്ന കുറെ പേരെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ തീവ്രവാദ സ്വഭാവമുള്ള കുറച്ചു പേർക്കല്ലാതെ മറ്റാർക്കും സുധാകരനോട് വലിയ മതിപ്പൊന്നുമില്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പേര് പറഞ്ഞു കേൾക്കുന്ന പ്രധാന വ്യക്തി കൊടിക്കുന്നിൽ സുരേഷാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അന്ത്യം കാണണമെന്ന് നേർച്ച നിറഞ്ഞിട്ടുള്ള ആരോ ആണ് കൊടിക്കുന്നിൽ സുരേഷിനെ ഉയർത്തി കാണിക്കുന്നത്. ഹരിജന വിഭാഗത്തിൽ നിന്നും ഒരു നേതാവിനെ KPCC പ്രസിഡന്റ് ആക്കിയിട്ടില്ല എന്നതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന വിഷയം. ഏതാണ്ട് 40 വർഷമായി കോൺഗ്രസിന്റെ പേരും പറഞ്ഞ് ലോക്സഭയിൽ പോയി ഇരിക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം പന പോലെ സ്വയം വളർന്നു എന്നല്ലാതെ എന്ത് സേവനമാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതെന്ന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പനയുടെ അതേ സ്വഭാവം തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലും കാണിക്കുന്നതെന്നാണ് പൊതുവുള്ള നിരീക്ഷണം. പന ഒരിക്കലും തന്റെ കീഴിൽ മറ്റൊരു ചെടിയെ വളരുവാൻ അനുവദിക്കില്ല. സ്വജാതിയിൽ നിന്നോ അന്യജാതിയിൽ നിന്നോ ഒരാളെ പോലും തന്റെ കീഴിൽ വളർത്തിയെടുക്കുവാൻ കൊടിക്കുന്നിലിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല, വികസന കാര്യങ്ങളിൽ വീണ്ടും വിചാരമില്ലാതെ എടുത്തുചാടി വികസന മുരടിപ്പിന് വഴിതെളിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്തു നിന്നും അങ്കമാലിയിലേക്കുള്ള പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ വേണ്ട എന്ന വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് എഴുതി കൊടുത്ത നടപടി. എന്തായാലും ഈ വഹാനെ തന്നെ KPCCയുടെ പ്രസിഡന്റ് ആക്കിയാൽ പട്ടാഭിഷേക ദിനത്തിൽ ഒരു ആമത്താളും 2 താക്കോലും കൂടി കൊടുത്തു വിടുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഹരിജന ആയതുകൊണ്ട് എന്ന് വിലാപഗാനവുമായി ഇറങ്ങും. മഹാനായ അംബേദ്കറും KR നാരായണനും ഒക്കെ ആ പദവികളിലേക്ക് ഉയർന്നപ്പോൾ ഒരാൾ പോലും അതിനെതിരെ പറഞ്ഞില്ല എന്നത് ആരും മറന്നു പോകരുത്. ക്രമവിരുദ്ധമായി KR നാരായണനെ കേരളത്തിൽ നിന്നുള്ള നേതാവായി ഉയർത്തി കാണിച്ചപ്പോൾ മുഴുവൻ മലയാളികൾക്കും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. പക്വതയും സംസ്കാരവും ഇല്ലാത്ത ഒരു വാക്കുപോലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും മറക്കാൻ പാടുള്ളതല്ല. KR നാരായണനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും താരതമ്യ പഠനം നടത്തുന്ന സമയത്ത് ഒരാൾ പറഞ്ഞത് ഒന്ന് അമൃത്, മറ്റേത് കാളകൂടം എന്നാണ്. ജാതി സമവാക്യത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ നായർ സമുദായ അംഗമായ മിടുക്കനായ പ്രതിപക്ഷ നേതാവ് അജയനായി വാഴുമ്പോൾ ഒരു ക്രിസ്ത്യൻ നേതാവാണ് KPCC പ്രസിഡന്റായി വരേണ്ടത്. വടക്കു മുതൽ തിരുവിതാംകൂർ വരെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം KPCC പ്രസിഡന്റായി വരേണ്ടത്. അല്ലാത്ത പക്ഷം ഏകോപനം പ്രായോഗികമാവുകയില്ല. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് പോലെയുള്ള മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രധാന പാർട്ടി മുന്നണിയിൽ ഭാഗഭാക്കായി ഇല്ലാത്ത ഈ സന്ദർഭത്തിൽ ആന്റോ ആന്റണിയെയാണ് ഈ ഗണത്തിൽ എല്ലാവരും ആദ്യം പരിഗണിച്ചിരുന്നതെങ്കിലും പത്തനംതിട്ടയ്ക്കും കോട്ടയത്തിനും അപ്പുറത്തേക്ക് ആന്റോ ആന്റണിക്ക് പ്രസക്തി ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. മറ്റു പലരെയും പരിഗണിക്കുമ്പോൾ പ്രായം കൊണ്ട് വളരെ താഴെ നിൽക്കുന്നതിനാൽ മലബാറിൽ നിന്നുള്ള സണ്ണി ജോസഫിന്റെ പേരിനാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിൽ വേരുകളുള്ള സണ്ണി ജോസഫിനും മലബാറിലും കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ഉള്ളം കയ്യിലാണ്.
മാത്രമല്ല സണ്ണി ജോസഫിനെതിരെ മോശമായ അഭിപ്രായങ്ങളൊന്നും ഇതുവരെ ഉയർന്നു വന്നിട്ടുമില്ല. പണ്ടൊരിക്കൽ പാർട്ടിക്ക് വേണ്ടി അരയും തലയും മുറുക്കി പണിയെടുത്തിരുന്ന ഒരു പ്രവർത്തകന് തന്റെ കളത്തിലിറങ്ങിയ വലിയ നേതാവിന്റെ അടുത്തെത്തി വലിയ ബുദ്ധിമുട്ടാണെന്നും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം നേതാവിനോട് ആവശ്യപ്പെട്ടു. മുണ്ട് മടക്കി കുത്തി അകത്തേക്ക് കയറിപ്പോയ നേതാവ് ഇരു കൈയിലും ഓരോ പൊതിയുമായി ഇറങ്ങി വന്ന് പ്രവർത്തകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയി നന്നാകാൻ പറ്റുമെങ്കിൽ നന്നാകുക. കണ്ണൂർ മേഖല ആയിരുന്നത് കൊണ്ട് പൊതി അഴിച്ചു നോക്കിയ പ്രവർത്തകൻ സാധനം പെട്ടെന്ന് പിടികിട്ടി. ഒരു പൊതിയിൽ കുഴിബോംബും മറ്റേ പൊതിയിൽ പന്നിപ്പടക്കവുമായിരുന്നു. ഇതുപോലെയുള്ള നേതാക്കന്മാരെ പാർട്ടി ഭരിക്കാൻ ചുമതലപ്പെടുത്തിയാൽ കോൺഗ്രസിന്റെ പുക കണ്ടേ എല്ലാം അവസാനിക്കുകയുള്ളൂ. ഏതായാലും കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള മഹാന്മാരെ KPCC പ്രസിഡന്റ് ആക്കുന്നതിനേക്കാളും നല്ലത് ഈ പ്രസ്ഥാനം തന്നെ പിരിച്ചുവിടുന്നതായിരിക്കും. വിനാശകാലെ വിപരീത ബുദ്ധി.